ഇപ്പൊ അമ്മ സംഘടന വലിയൊരു പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കില്ല. ഇതുവരെ കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിയാൻ? മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഒരു കുടം തുറന്നൊരു ഭൂതത്തിനെ ഇറക്കി വിട്ടവല്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈടെ ഇരുട്ടത്തൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് നീ ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു. നിന്റെ ഒരു രീതി ശരിയല്ല. ഇതൊക്കെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ആദ്യം കേട്ടത് ബാധിക്കപ്പെട്ടവരുടെ പേര് പറയാൻ പാടില്ല, കാരണക്കാരായവരുടെ പേര് പറയാൻ പാടില്ല എന്നും പറഞ്ഞ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി. പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഇപ്പോ അതിനെ ചൊല്ലിയിട്ട് ഇത്ര കണ്ട് ഘോരം അവരിങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ എങ്ങനെയാ? അയാൾ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. ഇപ്പൊ സംഭവം എന്താ അറിയോ? 18 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എന്നെ അയാൾ ഇങ്ങനെ നോക്കി പീഡിപ്പിച്ചു. ഈ ടി വിയിൽ വരുന്നതൊക്കെ കല്ല് വെച്ച് നുണയാണെന്ന് ചില നേതാക്കന്മാർ പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു സ്ത്രീ പറയാണ് 20 കൊല്ലം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന്. 20 കൊല്ലം മുമ്പ് സംഭവിച്ചതിന് തെളിവുണ്ടോ? ഇടവഴി കൂടെ പോയപ്പോ നോക്കി എന്നുള്ളതിന് ആര് തെളിവ് ഇല്ല. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? പക്ഷേ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ ചെയ്തു. അപ്പം ഇതൊരു സർവത്ര കൺഫ്യൂഷനിൽ കിടക്കുകയാണ്. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പ സമയം നന്നായിരുന്നു, ഇപ്പം മോശം. രണ്ട് ഭാഗമുണ്ട്. തെറ്റ് ചെയ്തവരുണ്ടാകാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പ്രഗത്ഭരായ അവാർഡ് ജേതാക്കളായ നടിമാരും അത് പറയുന്നത്. അത് കഷ്ടമാണ്. ഇപ്പം മുങ്ങുമ്പോ കൂടെ നിൽക്കണവന്റെ തോളിലല്ലേ പിടിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു പോവും സാറേ. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ഒരു ആരോപണ വിധേയനായത് നിവിന. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. പക്ഷെ പാവം ആ കൊച്ചന് എന്തോ ഈശ്വരാധീനം കൊണ്ട് ഒരു തെളിവുണ്ടായിരുന്നുകൊണ്ട് മാറ്റാൻ പറ്റി. നല്ലവന്റെ തലയെ കെട്ടി വെക്കാൻ തോന്നും. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഈ ഒരു ദുർഘട സന്ധിന്ന് അപ്പൊ വേറെ സംഘടന ചുമ്മാതാ. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ.